ഗുഡ് മോർണിംഗ്. ചിബുക്കെല്ലാം രാവിലെ എണീച്ചിട്ടുണ്ടോ? പിന്നെ അപ്പം നമ്മളെ വലിയ ഒരു ലോങ് ട്രിപ്പ് പോകാൻ വന്നിട്ടാ. നമ്മൾ തിരുപ്പതിക്ക് പോകുന്നു. കണ്ണും കിടന്നുറങ്ങുന്നുണ്ട് ബാക്കിലൊന്നും. ഞാൻ ഉറങ്ങി പോലെ തന്നെ ഉണ്ടല്ലേ. സമയം ഇപ്പം 4:30. അപ്പം നമുക്ക് നേരെ തിരുപ്പതിക്ക് വിടാം. ജിബു, ഏബു, ഏബു, ചിച്ച, കണ്ണാപ്പി കിടന്നുറങ്ങുന്നുണ്ട്. കണ്ണാപ്പി ശരിക്കും നമ്മൾ ആമസോണിൽ നിന്ന് ബെഡെല്ലാം മേടിച്ചായിരുന്നേ. അപ്പോൾ സംഭവം അതെൻ്റെ വീട്ടിലായിപ്പോയി. എന്നിട്ട് എടുക്കാൻ മറന്നു. ജസ്റ്റ് തലണ മാത്രം വെച്ചിട്ട് വന്നു. സംഭവം പോക്ക പോന്ന പോക്ക്. ഇനിയിപ്പോൾ അബിയുടെ ചായ വെക്കോട്ടെ. ഇല്ല സംഭവം ഈ സാധനത്തിൽ വെള്ളം കുറഞ്ഞിട്ട് പുക വരാൻ തുടങ്ങി. പുക വരാനല്ല, കത്തി ഉണക്കാൻ തുടങ്ങിയില്ലേ ബേട്ടാ. സ്മെല്ലടിക്കാൻ തുടങ്ങി. അന്നേരം നോക്കിയ അപ്പത്തേനും പുക വരാൻ തുടങ്ങി. ഭാഗ്യത്തിന് വണ്ടി കത്തിയിട്ട്. കാട്ടിലെ തക്കാളി ചെടി നോക്ക്. ഇത് നോക്കിയാ ബേട്ടാ, ഇതിപ്പോ നമ്മൾ നാട്ടിലാ നട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ലല്ലോ. തക്കാളി നോക്കേട്ടാ, കണ്ട. അപ്പി വാ കണ. ഉറക്കത്ത് കണാൻ ഉറക്കത്താട്ടാ വയസ്സ് പാവങ്ങനെ. ഇത് നമ്മളെ കൊടകിൽ മറ്റേ ഈന് വന്നപ്പം ശരിക്കും ഇവിടെ നമ്മളന്ന് ഫുഡ് കഴിച്ചേ. ഷൈചേച്ചി ഇങ്ങക്ക് ഓർമ്മയില്ല ഈ സ്ഥലം? നമ്മൾ ഫോട്ടോ എടുത്ത സ്ഥലം. അയ്യേ, 2 വേണ്ടേ? അന്ത 2 വേണ്ടത്തെ തിന്നടാ. കണ്ണേ വാ. ആഭരണപ്പെട്ടി. എൻ്റെ വീട്ടിലുള്ള സെയിം ചട്ടീസല്ല ബക്കിലസാണ്. ക്ലാസ്സെല്ലോട്ട് ഫുൾ പവർ. നോക്ക് ജീവു, ക്ലാസ് എടുത്ത് നോക്ക്. ആമ്പളോ. ഓ കണ്ട, 2 2 ബുക്ക് മേടിച്ചു കൊടുത്താൽ ഇങ്ങനെ ഇട്ട് ഉപകാരം. കണ്ട, 2 കൂടി അവിടെ അടങ്ങി അങ്ങിരുന്നോളൂ. എൻ്റെ അമ്മേ, ആ മേടിച്ച മുക്കിലില്ലേ 4 ബുക്കാറ്റുണ്ട്. അതുകൊണ്ട് സുഖമായിട്ട് 2 ആക്കും ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റി. ഇല്ലെങ്കിൽ 2 കൂടി തല്ലായിരിക്കും. ഒരു കളർ എൻ്റെത്, ഒരു കളർ ഓൻ്റെത് എന്നും മറ്റേ തല്ലോട് തല്ലായിരിക്കും. അതിൽ സ്കെച്ച് ഉണ്ടായിരുന്നു, ക്രയോൺസ് ഉണ്ടായിരുന്നു, 4-5 ബുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സുഖം അല്ലേ ഏട്ടാ. ടാഗ് അടിച്ചത് പോവല്ലോ അല്ലേ. ഞാനേ കൈയിടലടാ പുറത്ത്. മാക്കറേ കൈ എടുക്കുള്ളില്, കൈ ഉള്ളിലാക്ക്. നമ്മൾ ടോള് കൊടുത്തിട്ടോ 310. റോഡ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ നമ്മളടിക്ക് ഇനി ഇങ്ങനത്തെ റോഡായിരിക്കും വരിക അല്ലേ ഇവിടെ? നമ്മളടിക്ക് ഇനി ഇങ്ങനത്തെ റോഡായിരിക്കില്ലേ? ഇങ്ങനത്തെ അല്ല, എന്നാലും ഇതേപോലത്തെ റോഡായിരിക്കില്ലേ? റോഡ് നല്ല പൊളി റോഡാ. ഇന്നലെ ഇവർ മേടിച്ച ഡ്രൈ പപ്പായ. പക്ഷെ ഞാൻ കണ്ടേരം വിചാരിച്ച് കൊണ്ടുണ്ടാവില്ല കേട്ടോ. പക്ഷെ തിന്നാൻ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ
കംപ്ലീറ്റ് മധുരം. ഡയറ്റ് എടുക്കുന്നവരൊന്നും തിന്നണ്ട. എനിക്കെല്ലാം ഡയറ്റാണ്, എന്നാലും ഞാൻ തിന്നും. നമ്മുടെ കൈപ്പക്കെല്ലാം ഉപ്പിട്ടിട്ട് ഉണക്കൂലേ, അതേപോലെ പപ്പായ മുറിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഉണക്കും. അങ്ങനെയായിരിക്കും അല്ല ഏട്ടാ, അങ്ങനെയായിരിക്കും. അങ്ങനെയല്ലേ ഉണക്കാൻ പറ്റൂല. കൈപ്പൊക്കെ നമ്മൾ എണ്ണയെ പൊരിച്ചിട്ട് നമ്മൾ നോർമലി, പക്ഷെ ഈ സോഫ്റ്റ് അങ്ങനെയാവുന്നത് നമുക്കറിയാം. നമ്മള് സാധാരണ കപ്പൊക്കെ ഉണക്കിയ സോഫ്റ്റ് ആവും ബേട്ടാ. വലിയ വിച്ച് മുറിച്ചിട്ട് ഉണക്കും. ഡ്യൂട്ടി ഫ്രീ എല്ലാം മറ്റേ ഇതായിരിക്കൂലേ, ടാഗ് അടിച്ചിട്ടോ. ഞാൻ കാണിച്ചു തരാം ടാഗ്. ഇതിപ്പോ രണ്ടാമത്തെ ടോളായിരുന്നു. അപ്പൊ ടോള് 300 ഏട്ടാ പോയ 300 ടോളിന്റെ പൈസയും പിന്നെ 300 അവരെ പൈസയും. എന്നിട്ട് ആടെ ഒരു പ്രതിമ നോക്ക്. അപ്പൊ അവരത് അടിച്ചു തന്നിട്ട് ആടെ തന്നെ 2-3 ആൾക്കാരുണ്ട്. അപ്പൊ അവര് പിന്നെ ആധാർ കാർഡല്ല ഏട്ടാ കൊടുത്ത്, ആധാർ കാർഡും പിന്നെ 600 രൂപയും കൊടുത്താൽ അവരന്നേരം തന്നെ അടിച്ചു തരും. പിന്നെ നമുക്ക് ഗൂഗിൾ പേ വഴി റീചാർജ് ചെയ്യാന്ന് അവര് പറയുന്നത്. നമ്മൾ ഇപ്പൊ അടിച്ചേരം ഓക്കെ, ഇനി പ്രശ്നമൊന്നുമില്ല. ഇനി ഉടായിപ്പാണോ അല്ല നല്ലതാണോ നമുക്ക് അറിയില്ല. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാലേ അറിയാൻ പറ്റും. അല്ലാണ്ട് തിരിച്ചു വരുമ്പോ അറിയാൻ പറ്റും എന്നാ അവസ്ഥ. ഇത് നാട്ടിൽ നിങ്ങൾ ചെയ്യാൻ നോക്കിയില്ല ഏട്ടാ? നാട്ടിൽ നിന്ന് ചെയ്യുന്ന നല്ല പണിയാണ്. അക്ഷയയിൽ പോകണം, അങ്ങനെ എന്തെങ്കിലും പരിപാടിയാണ്. ഇവിടെ നമ്മൾ വരുന്നതാണെങ്കിൽ അവർ തട്ടിക്കൂട്ടി 5 മിനിറ്റ് കൊണ്ട് പരിപാടി നിർത്തുക കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് ആധാർ നമ്പർ മാത്രം എടുത്തിട്ട് OTP വരും. സിമ്പിൾ പരിപാടി. ഇതായിരിക്കും ബെറ്റർ എന്ന് അറിയില്ലേ. ഇതിപ്പം ഉടായിപ്പാന്ന് പോലെയൊന്നും അറിയില്ലല്ലോ, പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ സിമ്പിൾ പരിപാടിയായിരുന്നു. ഇപ്പം ടാഗ് അടിച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് അറിയില്ല. അതിന്റെ സൈഡിൽ തന്നെ ഉണ്ടാവും. അവര് വന്നിട്ട് അവരെന്തായാലും നമ്മളെടുക്ക ഓടി വരും. എന്നിട്ട് ചോദിക്കും ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. ടാഗ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെന്തായാലും നമ്മളോട് ചോദിക്കും. അപ്പൊ നമുക്ക് ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ. ഇപ്പൊ സമയം 1 മണിയാവാനേ ഏട്ടാ. നമ്മള് ബാംഗ്ലൂർ എത്തിയില്ലേ ഏട്ടാ? ബാംഗ്ലൂർ എത്തിയില്ലേ? നമ്മള് ബാംഗ്ലൂർ സിറ്റി എത്താനായി. ശിവ് മാത്രം എണീച്ചിന്. കണ്ണൻ കയറിയരം തൊട്ടുള്ള ഉറക്കാൻ നല്ല ഉറക്കത്തിലാണ്. പക്ഷെ നല്ല ടയേർഡായി ഏട്ടാ. ഒന്നാമത് വെയിലല്ലേ. എനിക്ക് ഈ വെയില് കാണുമ്പോ ശരിക്കും തോന്നുന്നറിയാം, മറ്റേ നമ്മളെ കിടക്കെല്ലാം ഉണക്കാനിടാൻ, മറ്റേ തുണിയെടുത്ത് ഉണക്കാനിടാനും വലിയൊരു അയലിട കെട്ടാനുണ്ടെന്ന് സത്യം പറയാം. വന്ന് ഞാനിപ്പോ ഒരു അമ്മമ്മയാവുന്നുണ്ടോന്ന് എനിക്ക് ചിലപ്പോ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടോ. നമ്മളീ വീട്ടിൽ നിന്ന് ഇതെല്ലാം ഉണക്കി എടുക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഇതെന്നെ തോന്നുന്നു, ഇങ്ങനെ പൊരിഞ്ഞ് കിട്ടുമല്ലോ എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഫുഡ് കഴിക്കണം അല്ലേ ഏട്ടാ? ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഞാൻ കുറെ നേരം പെട്രോൾ പമ്പ് നോക്കിയില്ല. എവിടെയില്ല പെട്രോൾ പമ്പിലൊന്നുമില്ല. മേടിക്കുന്ന ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ഇച്ചിരി ടാറ്റ പറഞ്ഞേ. ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ ഞാൻ എടുക്കാം. നെക്സ്റ്റ് സ്റ്റോൾ ഗൈസ്, നെക്സ്റ്റ് സ്റ്റോൾ. കംപ്ലീറ്റ് ടോളയില്ല. ടോളിന് പൈസ കൊടുത്തിട്ട് തന്നെ ടോൾ. കൺസ്ട്രക്ഷൻ ഓൺ റോഡ് അണ്ടർ പ്രോസസ്. ഓക്കെ. എത്ര ഏട്ടാ? 100 ഉറുപ്പിക ഉണ്ട്. 100 ആ ഓക്കെ. 100 ആട്ടോ കൊടുത്ത. അപ്പോൾ ടോള് മാത്രം എത്രയായി? 600
ഉറുപ്പ്യ 3 ടോളിന് മാത്രം. പൈസ ആക്കിയിട്ട് തന്നെയല്ലേ അവരാക്കുന്നത്. പിന്നെ പൈസ വെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓ ചെടീസ് ഉണ്ട്. ചെടീസ് നോക്ക്. ഇത് കാണുമ്പോൾ ഓരോ കൊമ്പ് പൊട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നും. കംപ്ലീറ്റ് ചെടിയാണ്. ഞാൻ വിചാരിക്കുക രാത്രിയായിട്ടും വന്നിട്ട് പൊട്ടിച്ചിട്ട് പോയാലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മളടിക്കൊന്നും നട്ട ഇതിങ്ങനെ ആവൂലല്ലോ. ആകെ 2 പൂവും വരും, 4 ഇതും ഉണ്ടാവും. വീടിലെ അമ്മാതിരി കളറാ. ഇവരെല്ലാം അപ്പൻ ഇങ്ങനെ പറയാം, നട്ടിന്റെ കാര്യമെല്ലാം പഠിച്ചു കൊടുക്കണം. ചെടിയുണ്ട് കേട്ടോ ഇഷ്ടം പോലെ. ഞാൻ ഈ ടോളും സാധനം പരിപാടിയൊന്നും തന്നെ ഞാൻ നോക്കിയത്. നിങ്ങൾ അവിടെ കാണുന്നുണ്ട് കംപ്ലീറ്റ് നമ്മളെ കടലാസ് മറ്റേ കാട് കണക്ക്. ഏത് നമ്മളെ മറ്റേ ചെടപ്പൂവും ഇതെല്ലാം നമ്മളെ നാട്ടിൽ കാട് കണക്കി ഉണ്ടാവില്ല, അതുപോലെ ഇവിടെ കടലാസ് കാട് കണക്ക് കാണിച്ചത്. നമ്മളെ നാട്ടിലാണെങ്കിൽ എത്ര പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഈ സാധനം മേടിക്കുന്നല്ലേ. ഓറഞ്ച് കടലാസു, റോസ് കടലാസു. എന്റെ ദൈവമേ, ഇതിന്റെ ചെറിയ കൊമ്പിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടും. ഞാൻ കാണിച്ചു തരാട്ടെ. കളറുണ്ടെങ്കിൽ നോക്ക്. കാടാണ് കാട്. നമ്മളിതുവരെ ഇതാ നമ്മള് നേരത്തെ മറ്റേ ടാഗാക്കി നിൽക്കുന്ന ചെറിയ സ്ഥലം. അതെല്ലാം വിട്. എനിക്ക് ചെടി കണ്ടിട്ടൊരു ഇതില്ല. നോക്ക്, വൈറ്റ് വേറെ, ഓറഞ്ച് വേറെ, റോസ് വേറെ. ആ റെഡ് കളർ നോക്ക്. ഇതിന്റെ ഒരു കൊമ്പ് കിട്ടിയില്ലെങ്കിലല്ലേ. എനിക്കൊന്ന് ചെടീനെ പ്രാന്തില്ല. എല്ലാരെയും അവസ്ഥ തന്നെയായിരിക്കും. ഒട്ടുമിക്ക ആൾക്കാരുടെ അവസ്ഥ തന്നെ. എനിക്കെല്ലാം എവിടെ പോയാലും ചെടി പ്രാന്തി ഇപ്പം കുറച്ചധികം. പിന്നെ ഇപ്പം ചെടി അങ്ങനെ ഇതാക്കലൊന്നുമില്ല. ഇതെന്തെന്നാ കേട്ടാ ഈ ഉണ്ട കെട്ടിയത്. പോകുമ്പോ ഒരു കൊമ്പ് പറിച്ച് കിട്ടുക. 2 സൈഡ് ഈ ചെടി മാത്രമേ ഉള്ളൂ. 2 സൈഡ്. നമ്മളാണെങ്കിൽ നാട്ടിൽ നട്ട ആകെ 4 പൂവാ വിരിയ. 4 പൂ. അതെന്നെ 4 പൂ വിരിഞ്ഞ ഉത്സവമാണ് നമുക്ക്. ഇതിപ്പോ ഇവിടെ ഈ ചെടി മാത്രമേ കാണാൻ. അതും വേറെ കളർ. മഞ്ഞലുണ്ട് ചില സ്ഥലത്ത്, ചോപ്പ്, നല്ല ചോപ്പ്. കാട്ടില് നമ്മളെ നാട്ടിൽ എത്ര പൈസ കൊടുത്തിട്ട് മേടിക്കും? ഒരു ഇത്രയില്ല ചെടിക്ക് തന്നെ അവര് 500-600 ഉറുപ്പ്യ പറയും. എനിക്കൊന്ന് ഇവര് ഇടുന്ന് കൊത്തിക്കൊണ്ട് പോയിട്ടായിരിക്കും ചെടി ഉണ്ടാക്കുന്നുണ്ടാവും കേട്ടാ. രാവിലെ കുളിച്ചിട്ടാ എന്നിട്ട് ഈ മനുഷ്യനോട് ഒരു റോട്ടുമ്പോൾ നിർത്തി തരാടിയിരുന്നു. അനങ്ങാണ്ടിരിക്കി. അതെ, അധികം കുലിക്കരുത്. അധികം കുലിക്കാൻ ഞാൻ ചിലപ്പോ ഒഴിച്ചു പോകും. ഏതെങ്കിലും സ്ഥലത്ത് ഒരു ഹോട്ടൽ പോലും കാണാനില്ല. മൂത്രമൊന്നും ഒഴിക്കാന്ന് വിചാരിച്ചാല് രക്ഷ. ഫോൺ വീട്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കൽ കുറവാണ്. അതുകൊണ്ട് എനിക്ക് അധികം എടുക്കാൻ അറിയില്ല കേട്ടാ. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. നമ്മൾ കുറച്ചുകൂടി എടുക്കുമ്പോൾ സെറ്റാവും. അപ്പൊ ഞാൻ പിന്നെ കട്ട് ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. നമ്മളങ്ങനെ അഭിയണ്ണ മാമൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ട് അവിടുത്തെ പട്ടീനെ കണ്ട് എന്ത് രസാ. എന്താണ് മാക്സ്
ഭയങ്കര രസമായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇതാട്ടോ അവരെ ക്ലിനിക്ക്. ഇതവരെ രണ്ടാളെ ക്ലിനിക്ക്. ഇത് മറ്റേ കുറേച്ചിൻ്റെ അതിൻ്റെ മുകളിലത്തെ ആയുർവേദ ക്ലിനിക്ക്. അതിൻ്റെ തൊട്ടടുത്ത് ഇവരെ വീട്. വീഡിയോ എടുക്കുന്നു. കണ്ണമ്മോനെ നീ എന്തിനാടാ കരയുന്നത്? എന്തിനാ വീട്ടിൽ പോന്ന്? എന്തിനാ വീട്ടിൽ പോന്ന്? എന്തിനാ വീട്ടിലെന്തിനാ പോന്ന്? വെറുതെ പോന്നിന് ഈ കരയുന്നു. പുതിയ രോഗണ്ടേ? പിന്നെയോ അമ്മമ്മേന്റെ വീട്ടില. അയ്യോ ഈ കുട്ടി കരയുന്ന നോക്ക്. അവന് വീട്ടിൽ പോണം പോലും. വീട്ടില് ഇത്രയും ദൂരം എന്തിനാടാ വന്നിനി? പോണ്ടോ? കരയല്ലേ കണ്ണേ? ഇവരെ പേടിച്ചിട്ട് മാക്സ് പുറത്തേ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. രണ്ടും കൂടി അതിനെ കൊല്ലലായിരുന്നു. വയ്യ വയ്യ പേടിച്ച്. നമ്മളില്ലേ ഇപ്പോൾ ഏച്ചിൻ്റെ പഞ്ചകർമ്മ സെൻറ്റർ ആയിട്ടാണ് കാണാൻ പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് ഏച്ചീൻ്റെ ക്ലിനിക്കായിരുന്നു. അപ്പോൾ ഏച്ചിയുടെ ബിസി ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പം നേരെ പോകുന്നത് ഓരോ പഞ്ചകർമ്മ സെൻറ്ററിലേക്കാണ്. അപ്പോൾ നമുക്ക് ഓരോ പഞ്ചകർമ്മ സെൻറ്റർ എങ്ങനെയുണ്ട് നോക്കട്ടോ. നോക്ക് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമായി കേട്ടോ. 2 വിളക്ക്. ഇത് ധന്വന്തരി ദൈവമായിരിക്കണം. അത് നമ്മൾ വരുമ്പം ഇതേപോലത്തെ ഒരു പ്രതിമ ഉണ്ടാക്കുന്ന കണ്ടില്ലേ, അതുപോലത്തെ ഒരു സംഭവം. ധന്വന്തരി ദൈവമാണ്. പിന്നെ ഇവിടെ ഒരു വിളക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു വിളക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയും അതേപോലെ ഒരു വിളക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു കേരള സ്റ്റൈൽ സംഭവം ഇവിടെയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫുൾ വിളക്കിൻ്റെ പരിപാടിയാണ്. നല്ല ഉണ്ടല്ലേ കാണാൻ. കംപ്ലീറ്റ് 4 കോർണറിലായിട്ട് നമ്മളിങ്ങനെ വിളക്ക് വെച്ചിട്ടുള്ള പരിപാടി കേട്ടോ കൊടുത്തിട്ടുള്ളത്. 2 സോഫയുണ്ട്. ഇത് കണ്ടിട്ട് കാണാൻ പറയാം അടുക്കളയാണ് നമ്മ. ഏകദേശം ഒരു അടുക്കളേൻ്റെ ലുക്ക് തന്നെ. നമുക്ക് നോക്കാം. എണ്ണപ്പാത്തി. ഇത് എണ്ണപ്പാത്തി അല്ലേ ഏട്ടാ? അല്ല, ഇത് എണ്ണപ്പാത്തി. എല്ലായിടും നമുക്ക് വിളക്ക് കാണാം കേട്ടോ. ആ പെയിന്റിങ് നല്ല ഡ്രസ്സ്. അതുപോലെ തന്നെ എല്ലായിടെയും മറ്റേ ധന്വന്തരി ദൈവത്തിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട് അവർ. നല്ല അടിപൊളിയായിട്ടുണ്ട് സംഭവം. ഇത് നമ്മുടെ മറ്റേ പട്ടാളം സിനിമയിൽ സ്റ്റീം ചെയ്യുന്നുണ്ടിട്ടില്ലേ അവസാനം. ഇതെല്ലാം ശരിക്കും ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. കുക്കറെല്ലാം ഉണ്ട്. ഈ നമ്മളിനി സൽമേച്ചീൻ്റെ ദന്തൽ ക്ലിനിക്കായിട്ടാണ് കാണുന്നത്. ഓരോ ഒരുപാട് ചെടിയെല്ലാം കൊടുത്തിട്ടുണ്ട്. എൻ്റെ CC പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. CC പ്ലാന്റ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സീറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് കാണിച്ചു തരാം. അവിടെ ഒരു വലിയ പല്ലിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. നല്ല ഡ്രസ്സിലെ
പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലിനിക്കിനെ പറ്റി പറയാൻ എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഞാൻ പല്ലിൻ്റെ ഇത് കാണിച്ചു എന്നല്ലാണ്ട് എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. എനിക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആനനെ നോക്ക് നല്ല രസമില്ലേ കാണാൻ. അതുപോലെ ആ വിളക്ക് ഭയങ്കര രസമായിരുന്നു. അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമ്മളെ മറ്റേ എന്താണ് ഹയ ക്ലിനിക്കിൽ പോയ പോലത്തെ കുറേ മിഷൻസും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതിനെപ്പറ്റിയൊന്നും പറയാൻ എനിക്ക് ശരി അറിയില്ല. കുറേ മിഷൻസ് കാണിച്ച് അത്രമാത്രം. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് കൂടുതൽ ഇഷ്ടമായി. അവിടെ വെച്ച ഐറ്റംസിലെ ഇൻറ്റീരിയർ ചെയ്ത സാധനങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. ഭയങ്കര ഇഷ്ടമായി. കോലം ഞാൻ സിനിമയിൽ മാത്രമേ ഈ സാധനം കണ്ടിട്ടു. രസമുണ്ടല്ലേ സാധനം. പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇനി എന്നായിട്ടാ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മളിനി അമ്പലത്തിൽ പോകണം. മെയിൻലി നമുക്കൊരു അമ്പലത്തിൽ പോകണം. വേറെ വലിയ പരിപാടിയൊന്നുമില്ല. കാരണം നമ്മൾ ഉറങ്ങി എണീക്കുമ്പം തന്നെ നല്ല ലേറ്റായി. ഇവർ കരഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ ഉറങ്ങി എണീറ്റപ്പോൾ അന്ന് രാത്രി ആയത് ഞാൻ അറിഞ്ഞത് തന്നെ. പുറത്തിറങ്ങി നോക്കുമ്പോഴേക്കും ഏകദേശം 7 മണിയൊക്കെ ആയി. അപ്പോൾ ഇനിയിപ്പം നമുക്ക് നേരെ ഒരു അമ്പലത്തിലേക്ക് പോകണം. വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നും. നാളെ നമ്മളിപ്പം തിരുപ്പതി പോകില്ല കേട്ടോ. അമ്പലത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് എടുക്കാം, ഉറപ്പില്ല. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പം നമുക്ക് എന്തായാലും അമ്പലത്തിൽ പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കാം. നമ്മളുടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ പോയതാട്ടോ. ഇവിടുത്തെ അടുത്തൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് പോവുമായിരുന്നു. ಈಗ ಭಕ್ತಾದಿಗಳಲ್ಲಿ ವಿನಂತಿ, ಪ್ರಸಾದ ಪ್ರಸಾದ ಆಗ್ತಾ ಇದೆ. ಇನ್ನೊಂದು 2 ನಿಮಿಷ ನಾವು ഇവിടെ ശിവരാത്രി അല്ലേ, അതുകൊണ്ട് അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്കിതിൽ പാലൊഴിക്കാൻ വേണ്ടി പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാൻ ഇതുവരെ ഒഴിച്ചിട്ടിട്ടായിട്ടില്ല. അപ്പോൾ അത് നമ്മളിങ്ങനെ ടി വിയിലെല്ലാം കാണുന്നതല്ലാണ്ട് ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എന്തെല്ലോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മളുടെ അടുത്തുള്ളൊരു ശിവൻ്റെ അമ്പലത്തിൽ പോയി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അത് എന്താ പറയുക, അവിടെ മറ്റേ പാല് ബദാം മിൽക്കില്ലേ അതുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഈ ഒരു പാത്രത്തിൽ നമുക്ക് ഇതുപോലെ ഒരു പ്രസാദം കിട്ടും. ചോറ് ഞാൻ തിന്നു നോക്കിയില്ല കേട്ടോ. ഇനി ഇതിനെന്തെങ്കിലും പേര് പറയായിരിക്കും അല്ലേ, എന്തോ നല്ല ടേസ്റ്റുണ്ട്. നല്ല ടേസ്റ്റുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ഇവര് വേറൊരു വീട്ടിൽ വന്നിട്ടുള്ള. അപ്പം അവരെല്ലാം കൂടി അമ്പലത്തിലേക്ക് പോയി. ഏച്ചിയുടെ വണ്ടി വെച്ചതുകൊണ്ട് അവിടെ അമ്പലത്തിലേക്ക് പോയി. ഇനിയിപ്പം അഭിയേട്ടൻ വരും. എന്നിട്ട് വേറൊരു അമ്പലത്തിൽ പോകണമെന്ന് തോന്നും. അപ്പം ആ അമ്പലത്തിലും കൂടി പോകണം. പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ ശിവ എൻ്റെ കയ്യിലായതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റേണ്ടത്. നമ്മൾ അടുത്ത പോലെ തന്നെ പരിപാടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായി. വീഡിയോ കണ്ടിട്ടില്ലേ നിങ്ങൾ? മറ്റേ ഇതെല്ലാം ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക്. ഈ ഇതിലെ എന്താണ് പറയുക, പാലാ ശിവലിംഗത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് പക്ഷേ എനിക്ക് ഭയങ്കര മിസ്സിങ് എന്താണെന്നറിയോ, ഞാൻ തളിപ്പുറം അമ്പലത്തിൽ ഇപ്രാവശ്യം എന്തായാലും പോകണം. ഞാൻ ഒറ്റയ്ക്ക് പോയി തുടങ്ങിയത് ഇപ്പാണ്. അല്ല, ഞായറാഴ്ചയെല്ലാം ഞാൻ തളിപ്പുറം അമ്പലത്തിൽ പോകും. അപ്പം ഞാനിങ്ങനെ എപ്പം വിചാരിക്കാം ഈ പ്രാവശ്യം ശിവരാത്രി എടുക്കണം, അല്ലെങ്കിൽ ശിവരാത്രിക്ക് പോകണം എന്നല്ല ഇങ്ങനെ ഭയങ്കര ഇതുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഒന്നും നടന്നില്ല എന്നുള്ള അവസ്ഥ. ഇപ്പോൾ ഭയങ്കര വിഷമമായി. എന്നാലും കുഴപ്പമില്ല. ഭഗവാൻ ഇന്ന് കാണാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. സാറില്ല അല്ലേ. ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ നടക്കുന്നതെല്ലാം നല്ലതിനായിരിക്കാം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സംഭവിച്ചതിനിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലാണ്ട് നമുക്കിപ്പം അതന്നെ നടത്തിക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് ഈ ഒരു ദിവസം തളിപ്പുറം അമ്പലത്തിൽ പോകാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. പിന്നെ അവരൊക്കെ വന്ന് നമ്മൾ ആദ്യം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകാൻ നിൽക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിച്ചു. നാളെ വീണ്ടും കാണാം. ബൈ.